പ്രതീക്ഷ അത്ര ഓക്കെ ആയിരുന്നില്ല, കുറച്ച് ടഫായിരുന്നു. മാത്സ് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ ടൈമിങ്ങിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ മാത്സ് കുറെ ഉള്ളത് കൊണ്ട് തന്നെ ചെയ്തെത്താനും പറ്റിയില്ല. ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതെ, ഇത്തരത്തേക്ക് എത്താൻ ചെയ്ത് തുടങ്ങുമ്പോ അല്ലേ. മറ്റേതൊക്കെ എങ്ങനെയായിരുന്നു? അല്ലാത്ത പോർഷൻസ് പൊളിറ്റി ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. മാത്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് കുറെ നോക്കണ്ട, പെട്ടെന്ന് ഒരാൾക്ക് ക്രാക്ക് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു മൊത്തത്തിൽ എങ്ങനെ വിലയിരുത്തും? മൊത്തത്തില് കുഴപ്പമില്ലാന്നേ പറയാൻ ആവറേജ്. ഇത്ര ഈസി എക്സാം ഉണ്ടാവാൻ പാടില്ല. എന്റെ പൊന്നു സാറേ, എനിക്ക് അറിയാൻ പാടില്ല. തിരിച്ചു ഓർമ്മ ഇപ്പൊ കയറി വന്നിരുന്നതാണ്. ടൈം മാനേജ്മെന്റ് പ്രശ്നമായിരുന്നു. പിന്നെ മലയാളം ഭയങ്കര ടഫായിരുന്നു. പൊതുവെ റിപ്പീറ്റ് ചെയ്തുള്ള മലയാളമല്ല ചോദിച്ചിട്ടുള്ളത്, അധികം കാണാത്ത മലയാളമാണ്. പിന്നെ ഇംഗ്ലീഷും മാത്സും വലിയ കുഴപ്പമില്ല. ടൈം മാനേജ്മെന്റ് പ്രശ്നമായിരുന്നു. കട്ട് ഓഫ് എങ്ങനെ കുറയോ കൂടോ? കൊറിയൻസ് ഒന്നാം ഘട്ടത്തെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് ഒന്നാം ഘട്ടം ഒന്നുകൂടി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു, വായിക്കാൻ കൂടുതൽ സമയം വേണ്ടിയിരുന്നു. അതിനെ അപേക്ഷിച്ചിട്ട് ഇത് അത്ര സ്റ്റേറ്റ്മെന്റ്സ് കാര്യങ്ങൾ അത്ര കൂടുതലൊന്നുമില്ല. അതും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെന്റ്സ് പൊതുവെ കുറവാണ്, ഫസ്റ്റ് ഘട്ടം പോലെയല്ല, നല്ല കുറവാണ്. ഏതെങ്കിലും ഏരിയ ഭയങ്കര പാടായിട്ട് ഇപ്പൊ കേസിന് വേൾഡ് ഹിസ്റ്ററി ഒക്കെ വന്ന പോലെ അങ്ങനെ ഈസി പേപ്പറാണ് ഫസ്റ്റ് ഘട്ടത്തിന് അപേക്ഷിച്ച്. അതെ, കട്ട് ഓഫ് കൂടാൻ ചാൻസ് കുഴപ്പമില്ല, അത്യാവശ്യം അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ ഞാൻ എന്റെ ഫീൽഡ് UPSC, അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഇയർ നമുക്ക് അങ്ങനെ വെച്ച് നമുക്ക് പാടാണ് പഠിപ്പിച്ചിരുന്നില്ലല്ലോ. അപ്പൊ അത് കുറച്ച് ബാക്കിയിലൊന്നും കുഴപ്പമില്ല. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൂടുതലുണ്ട്. ഇല്ല ഇല്ല ഇല്ല, അത് കുറവായി. ഫസ്റ്റ് ഫേസിൽ കൂടുതൽ സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ലെങ്ത്. ഇല്ല, ഇപ്പൊ ഒന്നുള്ളൂ, ഒരു ക്വസ്റ്റൻ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ പിന്നെ ആകെ നമ്മൾ 2 മണിക്കൂർ എഴുതി പഠിച്ചിട്ട് ഇപ്പൊ ആകെ 75 മിനിറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇത് കുഴപ്പമുണ്ട്. പിന്നെ മാത്സ് ഒക്കെ ചെയ്ത് നോക്കാനും എങ്ങനെ ഒരു ആവറേജ് പേപ്പർ ആണല്ലേ? അത്ര ഭയങ്കര ടഫായിട്ടൊന്നും തോന്നില്ല. മാത്സ് ആണെങ്കിലും അതെ, GS പാർട്ടാണെങ്കിലും പ്രശ്നം. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് കൂടുതലുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഫസ്റ്റത്തെ സെക്ഷനെ വെച്ച് അതിനേക്കാളും കുറവായിരുന്നു. അതായത് ഭയങ്കര കുറവായിരുന്നു, അത്ര ലെങ്തി പേപ്പർ ആയിരുന്നില്ല. ഇപ്പൊ നോർമലൈസേഷൻ വന്നാല് കട്ട് ഓഫ് കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് അല്ലേ. മറ്റേ വേൾഡ് ഹിസ്റ്ററി ഒക്കെ കേസ് പോലെ പ്രയാസം മൊത്തത്തിലൊരു ഈസി പേപ്പറാണ് അത്യാവശ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ. മീഡിയം ലെവൽ ഫസ്റ്റ് ഘട്ടം പോലെ കുറെ പേര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കുറവായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ. പിന്നെ മറ്റേ MEM മാത്സ് ഇംഗ്ലീഷ് ഒക്കെ സമയം പോകും. മാത്സ് ഇപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം മാത്സ് ചെയ്യണം. മാത്സ് നമ്മൾ ടൈം പോകേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ സമയം നോക്കി ചെയ്തിട്ടില്ലെങ്കിൽ അവസാനത്തേക്ക് എത്തൂല. സ്കിപ്പ് ചെയ്യേണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മൊത്തത്തിലൊരു പേപ്പറിനെ വിലയിരുത്തുകയാണെങ്കിൽ ആവറേജ് പറയും. മറ്റേ ആടും മറ്റേ ഒന്നും അല്ല.